അന്ന് ഒരു ആവേശത്തിൽ പഠിച്ചതാ. കുറെ നാള് പ്രാക്ടീസും ചെയ്തു. പിന്നെ ഒരു താല്പര്യം തോന്നില്ല. അതാ സത്യം. അതൊന്നും അല്ല സത്യം. കോടതിയിൽ പോയാലേ ജോലി എടുക്കണം. കേസ് പഠിക്കാനും വാദിക്കാനും ഒക്കെ തനിക്ക് മടി. ഇതാവുമ്പോ ഇവിടെ മൊത്തം കറങ്ങി നടന്ന് വെറുതെ ശമ്പളം വാങ്ങാലോ അല്ലേ? ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. പോകാനുള്ള പെർമിഷനൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഉടനെ പോണം. പോകാം. പക്ഷെ അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്ത് കാര്യം? അത് പിന്നെ എന്താ പറഞ്ഞോ? കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അത്രേ ഉള്ളോ? ഇത് പറയാനാണ് എത്ര സമയം എടുത്തത്? അതല്ല, ഞാൻ എല്ലാത്തിനും തന്നെ ബുദ്ധിമുട്ടിക്കുവാണോ എന്നൊരു സംശയം. അതെ, ബുദ്ധിമുട്ടാണ്. ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ലേ. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ബുദ്ധിമുട്ടാ ഇത്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ബുദ്ധിമുട്ടുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമൊക്കെ ഉണ്ടാവുന്നത്. എന്താ അങ്ങനെയല്ലേ? ആയിരിക്കും. അച്ഛനെ കാണാൻ എപ്പോഴാ പോകാൻ പറ്റുന്നത്? താൻ ഫ്രീ ആവുമ്പോ മതി. ഫ്രീ ആവുന്ന സമയം എന്ന് പറയുമ്പോ നാളെ, മറ്റന്നാ? അയ്യോ, മറ്റന്നാൾ ഒട്ടും പറ്റില്ല. അപ്പൊ പിന്നെ നടക്കില്ല. നമുക്ക് അങ്ങ് പോണ്ടേ? നാളെ മറ്റന്നാളും അല്ലാതെ ഇന്നൊരു ദിവസം ഇല്ലേ? ഞാൻ വെറുതെ പറഞ്ഞാടോ. നാളെ മറ്റന്നാളും ഒക്കെ ഞാൻ ഫ്രീ തന്നെയാ. എങ്കിലും നമുക്ക് ഇന്ന് പോകാം. അച്ഛനെ തനിക്ക് ഇന്ന് തന്നെ കാണാലോ. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. അതും ഞാൻ കാരണം. അവള് മിടിക്കുക. മാനേജറായിട്ട് വന്ന ശേഷം എല്ലാം അറിഞ്ഞും കണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴേ കണ്ണടച്ച് വിശ്വസിക്കണ്ട. എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട് അവളെ കൊണ്ട് എല്ലാം കൂടി ഒറ്റയ്ക്ക് സാധിക്കും എന്ന കാര്യത്തില്. എന്തെങ്കിലും ചെറിയൊരു പിഴവ് അവളുടെ ഭാഗത്തു നിന്നുണ്ടായ അപ്പൊ തന്നെ എടുത്ത് കളഞ്ഞേക്കണം. മാനേജർ പോസ്റ്റിൽ നിന്നല്ല, കമ്പനിയിൽ നിന്ന് തന്നെ. ഇപ്പോഴല്ലേ താൻ പറഞ്ഞത് തനിക്ക് അവള് മാത്രമേ ഉള്ളെന്ന്? അല്ല, അതൊക്കെ അങ്ങനെ തന്നെയാ. പക്ഷെ ഞങ്ങളുടെ ബന്ധവും കമ്പനി ജോലിയുമായി ഒരു ബന്ധവും ഇല്ല. സൗഹൃദം വേറെ, ക്യാഷ് വേറെ. അല്ല, ഇന്നലെ മുതലേ ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. അമ്മ ഇന്നലെ വിളിച്ച് നരേന്ദ്രേട്ടനെ അറിയുമെന്ന് ചോദിച്ചില്ലേ? അതെന്തിനായിരുന്നു? നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ഇല്ലല്ല. സാറ് പറഞ്ഞതുപോലെ പുള്ളിക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഈ വീട്ടിൽ വെച്ചാ. നരേന്ദ്രേട്ടന്റെ ശരിക്കുള്ള സ്ഥലം ഇലവുദേശം എന്നല്ല പറഞ്ഞത്. ഞാൻ ജനിച്ചതും അവിടെയുള്ള കൊട്ടാരത്തിലാണല്ലോ. അപ്പോ അങ്ങനെ എന്തെങ്കിലും പരിചയമുണ്ടോന്ന് അമ്മ ചോദിച്ചാവും. ഇനി നരേന്ദ്രേട്ടനും കൊട്ടാരത്തിൽ അംഗമാണെന്ന് നമുക്കറിയില്ലല്ലോ. അത്യാവശ്യമായിട്ട് കാണേണ്ട ആള് ദേ വിളിക്കുന്നു. എന്തിനാ കട്ട് ചെയ്യുന്നത്? എടുത്ത് സംസാരിക്കേ. ഇനി ഞാൻ ഇരിക്കുന്നോണ്ടാണെങ്കിൽ ഞാനങ്ങ് മാറി തന്നേക്കാം. എനിക്ക് ആരോട് സംസാരിക്കാനും എവിടെ വെച്ച് സംസാരിക്കാനും ഒരു മടിയുമില്ല. അതെ, ഞാനിപ്പോ പോകുന്നത് നരേന്ദ്രനെ കാണാൻ തന്നെയാ. അതുകൊണ്ടിപ്പോ ആർക്കാ പ്രശ്നം? അവനുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല അല്ലേ? അങ്ങനെ മനസ്സിലാക്കാനും മാത്രം ഞാനും അവനുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിൽ മോശമായിട്ട് ഞാനൊന്നും കാണുന്നില്ല. എന്റെ ഒരു അനിയന്റെ സ്ഥാനത്താ അവൻ. ഒരു ചേച്ചിയുടെ സ്ഥാനം
അവൻ എനിക്കും തരുന്നുണ്ട്. അങ്ങനെ ഉള്ളിടത്തോളം കാലം ഞാൻ എന്തിന് അവനുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെക്കണം? പിന്നെ ഞങ്ങളുടേത് ഒരു സഹോദര ബന്ധമാ. ഇവിടെ ചിലര് ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ചില ബന്ധങ്ങളുണ്ടല്ലോ. സുഹൃത്തായും കാമുകിയായും ഭാര്യയായും അങ്ങനെ എല്ലാമായും ബന്ധം സ്ഥാപിക്കാൻ നടന്നിട്ടും ഞാൻ അത് ഒഴിവാക്കണം എന്ന് പല ആവർത്തി പറഞ്ഞിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. അപ്പൊ എന്റെ കാര്യത്തിലും ആരും ഇടപെടാൻ വരാതിരിക്കുന്ന നല്ലത്. ആ, നീ എന്നാ ഫാം ഹൗസിൽ പോകുന്നു എന്ന് പറഞ്ഞത്? ഉടനെ പോകും. നീ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, അതോ തോത്തിന് മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. ഒറ്റയ്ക്ക് പോയാ മതി. എന്റെ കണ്ണു വെട്ടിച്ച് വേറെ ആരെങ്കിലും കൂട്ടി അതൊരു ഉല്ലാസയാത്രയാക്കാൻ നിക്കണ്ട.